من نطفة ما ضرة لنفسه ثالثها تمتع باللذة هذه الأخيرة التي في الجنة. മൂന്ന് ലക്ഷ്യമാണ് വിവാഹത്തിനുള്ളത്. ഒന്നാമത്തേത് അവ്വലുഹാരി യബ്ലുഗുൽ വജൂദ് ബിതവാലിദിൻ യൗമൽ ഹുവൽ മൗഊദ്. അത് വംശം നിലനിൽക്കാൻ, മനുഷ്യവംശം നിലനിൽക്കാൻ, ഈ പ്രപഞ്ചം ആസകലം നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ അഭ്യുദയത്തിന് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആകത്തുകയാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിൽ പ്രാധാന്യവും മനുഷ്യനാണ്. എല്ലാം മനുഷ്യൻ്റെ അഭ്യുദയത്തിന് വേണ്ടി നിലകൊള്ളുന്നു. കാരണം ഒരു വലിയ കനത്ത ഉത്തരവാദിത്വം മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനുള്ള കാരണം. ആ മനുഷ്യ പരമ്പര ലോകാവസാനം വരെ നിലനിൽക്കണം. ഇതാണ് ഒന്നാമത്തേത്. തെനാസുൽ എന്ന് പറയുന്ന ആ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദന പ്രക്രിയ നടക്കുകയും വംശം നിലനിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വിവാഹം തശ്രീ ചെയ്യപ്പെട്ടിരിക്കുവാണ്, നിയമമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് അവൻ്റെ ഇച്ഛയും ആഗ്രഹവും ലൈംഗികമായ ആസക്തി തീർക്കുക എന്നത് തന്നെ. മൂന്നാമത്തേത് ഈ ബഹളം പിടിച്ച ജീവിതത്തിൽ അല്പം ഒരാസ്വാദനം, സുഖം. മൂന്നാമത്തേത് മാത്രമാണ് സ്വർഗലോകത്തുള്ളത്. സ്വർഗലോകത്തിൽ ലൈംഗിക ആസക്തി കൊണ്ടുള്ള വിഷമം അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളൊന്നും പരലോകത്തില്ല. പരലോകത്ത് സുഖിക്കുക 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 എന്ന മുദ്രാവാക്യമാണല്ലോ പരലോകത്തുള്ളത്. അതുകൊണ്ട് ആസ്വാദനം മാത്രമാണ് സ്വർഗലോകത്തുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ളത്. ദുനിയാവിൽ 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ എന്താണ്? വംശവർദ്ധന എന്നത്, വംശം നിലനിൽക്കുക എന്നതാണ്. ഇവിടെ വിവാഹത്തിൻ്റെ സുപ്രധാനമായ ഒന്നാമത്തെ ലക്ഷ്യം അത് സന്താനോൽപാദനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തനാക്കഹു തനാസലു തകാസറു. നിങ്ങൾ ഈ വിവാഹം കഴിക്കുക, സന്തത്യുൽപാദനം നടത്തുക, തകാസറു എന്നിട്ട് നിങ്ങൾ പെരുകുക. അങ്ങനെ വർഗ സംവർദ്ധനം ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ ആസക്തി തീർക്കുക എന്ന, ലൈംഗികമായ ആസക്തി തീർക്കുക എന്നതാണ്. അപ്പം അതിനുള്ള ഒരു ചാൻസ് ആരെയും പേടിക്കാതെ, ആരെയും ലജ്ജിക്കേണ്ടതില്ലാത്ത രീതിയിൽ നിർഭയമായി ശാന്തമായി ഉദ്ദേശിക്കുമ്പോൾ നിർവഹിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഫൈനഹു അഗദ്ദുലിൽ ബസർ. അത് മനുഷ്യൻ്റെ കണ്ണ് അനാവശ്യങ്ങളിൽ നിന്ന് അടച്ചു കളയുന്നതാണ്. കാണുന്നത് മുഴുവൻ നോക്കുന്നതിൽ നിന്ന് മനുഷ്യൻ്റെ നയനത്തെ അത് അടച്ചു കളയുന്നു. വഅഹ്സനുൽ ഫർജ്, അവൻ്റെ ഗുഹ്യസ്ഥാനത്തെ അനാവശ്യങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതുമാണ് ഈ വിവാഹം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. അവിടെ നിന്ന് പറയുന്നു, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനി. ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മതത്തിൻ്റെ അർദ്ധഭാഗം അവൻ സമ്പൂർണ്ണമാക്കി കഴിഞ്ഞു. മതം എന്ന് പറയുന്നത് 2ആയി പകുത്താൽ ഒരു ഭാഗം വൈവാഹിക ജീവിതമാണ്, ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു ഭാഗമാണ്. അവിടെ നിന്ന് പറഞ്ഞ് വിവാഹത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. ഇനി ഇവിടെ നിന്ന് കൊണ്ട് പറയാൻ പോകുന്ന വിഷയങ്ങൾ എത്ര ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ആമുഖം നല്ലപോലെ മനസ്സിലാക്കണം. ഇദാ തസവ്വജൽ അബ്ദു, അള്ളാഹുവിൻ്റെ ദാസനായ മനുഷ്യൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി, അവൻ്റെ മതത്തിൻ്റെ അർദ്ധഭാഗം അവൻ സമ്പൂർണ്ണമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് വല്യത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി, അവശേഷിക്കുന്ന അർദ്ധഭാഗത്തിൽ ഇനി അള്ളാഹുവിൻ്റെ മറ്റു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ അവൻ ജീവിച്ചു കൊള്ളട്ടെ. അപ്പം ദീനിൻ്റെ അർദ്ധഭാഗം അതാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മൂന്നാമതായി പറഞ്ഞത്, ആസ്വാദനമാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അവിടെ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അവരെ പ്രാപിച്ച് ആശ്വാസം കൊള്ളാൻ, സമാധാനം കൊള്ളാൻ, ഒരു ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവും ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 3 ലക്ഷ്യങ്ങൾ നമ്മുടെ നിക്കാഹിനും വിവാഹത്തിനും 3 ലക്ഷ്യങ്ങളുണ്ടെങ്കിലും രണ്ടാമത്തേതും മൂന്നാമത്തേതും യഥാർത്ഥത്തിൽ ലക്ഷ്യമല്ല. അത് മാധ്യമങ്ങൾ മാത്രം. 2ഉം 3ഉം ഒന്നാമത്തേതിൻ്റെ മാധ്യമങ്ങൾ മാത്രമാണ്. അതായത്
ലൈംഗികമായ ആസക്തിയുടെ നിർവഹണം എന്നതും സുഖാസ്വാദനം എന്ന് പറയുന്നതും എന്തിനു വേണ്ടി? പ്രകൃതി അതൊരു ട്രിക്ക്, ഒരു കൗശലം പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രകൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രതിയുടെ സംവിധായകനായ ഉടയ തമ്പുരാൻ. നമ്മൾക്ക് വാസ്തവത്തിൽ വിശപ്പ്, എന്താണ് വിശപ്പ്? നമ്മുടെ ശരീരം കാര്യക്ഷമമായി നിലനിൽക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് ആവശ്യമായ എനർജി വേണം. അതിനു വേണ്ട ആഹാരപാനീയങ്ങൾ ഉള്ളിലോട്ട് ചെന്നിരിക്കണം. അതിന് ഉള്ളിൽ നിന്ന് ഉൾപ്രേരണ വേണം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ തിന്നാനും കുടിക്കാനും മനുഷ്യൻ മറന്നു പോകും. അപ്പോൾ വിശപ്പ് എന്ന് പറയുന്ന ഉൾവിളി ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു. ദാഹം എന്ന് പറയുന്ന അന്തഃപ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു. ശരീരത്തിൻ്റെ ആഹാരപാനീയങ്ങൾ എന്ന് പറയുന്ന ആവശ്യം നിറവേറ്റപ്പെടുന്നത് ഇങ്ങനെ. അത് നിറവേറ്റുന്നതിന് വേണ്ടി പ്രകൃതി ഒരു തന്ത്രം, ഒരു കൗശലം പ്രയോഗിക്കുന്നു. വിശപ്പ്, ദാഹം എന്ന കാര്യം എന്നതുപോലെ മനുഷ്യൻ ഇണചേരണം, സന്തത്യുൽപാദനം നടത്തണം. ഇതെങ്ങാനും അതിൻ്റെ മാധ്യമങ്ങളായ രണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള സകല പണ്ഡിതന്മാരും കൂടി വയത് പറയേണ്ടി വരും ഒരാളൊരു പെണ്ണ് കെട്ടണമെങ്കിൽ, അല്ലേ? ഒന്ന് ഇണചേരണമെങ്കിൽ എല്ലാവരും കൂടി പ്രേരിപ്പിക്കേണ്ടി വരും. പക്ഷേ അതിനാവശ്യം വരാത്ത രീതിയിൽ പ്രകൃതി തന്നെ ഒരു കൗശലം പ്രയോഗിച്ചിരിക്കുന്നു. എന്താണ്? ലൈംഗികമായ ആസക്തി. പുരുഷൻ സ്ത്രീയെ പ്രാപിക്കാൻ, സ്ത്രീ പുരുഷനെ പ്രാപിക്കാൻ, അങ്ങനെ ഇണചേർന്നു ജീവിക്കാൻ ഉത്കടമായി ആഗ്രഹിക്കുകയാണ്. ഇതിനാണ് ലൈംഗികമായ ആസക്തി, ശഹവത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന്, അങ്ങനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന സന്താനോൽപാദനത്തെക്കുറിച്ചും അതിനാലുണ്ടാകുന്ന കുടുംബഭാരത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാൻ അവസരം നൽകാത്ത രീതിയിലുള്ള സുഖാസ്വാദനം നൈമിഷികമായെങ്കിലും അവിടെ നൽകുകയാണ്. ഇത് രണ്ടും നൽകിയത് ഒന്നാമത്തതിന് പ്രേരകമാണ്. മെയിൻ കാര്യം ഏതാണ്? സന്തത്യുൽപാദനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിടുത്തെ മഹാനായ ശിഷ്യൻ മാക്കൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ്, തസവ്വജുൽ വദൂദൽ വലൂദ്, നിങ്ങൾ വിവാഹം കഴിക്കണം. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? അൽ വദൂദ്, ഭർത്താക്കന്മാരെ അത്യധികമായി സ്നേഹിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം. മാത്രമല്ല അൽ വലൂദ്, കൂടുതലായി പ്രസവിക്കുന്ന വീരപ്രസുക്കളായ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. ഏതെങ്കിലും വന്ധ്യകളെ മലടികളെ അല്ല കല്യാണം കഴിക്കേണ്ടത്. വന്ധ്യകളെയും മലടികളും ആരും കല്യാണം കഴിക്കാതെ അവർ മുടങ്ങിപ്പോകും എന്നല്ല പറയുന്നത്. കഴിവുള്ള ആളുകൾ ഭാര്യമാരെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അവരുടെ പ്രധാനമായ ലക്ഷ്യം സന്തത്യുൽപാദനമാകണം, വംശവർദ്ധനമാകണം. നമുക്ക് രണ്ടോ മൂന്നോ മതി എന്ന മാൽത്തൂസിയൻ സിദ്ധാന്തം, അഭിനവ മാൽത്തൂസിയൻ സിദ്ധാന്തം നമ്മുടെ രാജ്യത്തുള്ളത് എന്താ? നമുക്ക് ഒന്ന് മതിയല്ലേ, ഒന്നോ രണ്ടോ എന്നുള്ളതായി അല്ലേ? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകൃതമല്ല.